ഹായ് നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം CS. ഇന്ന് നിൽക്കുന്നത് അർത്തുങ്കപ്പള്ളിയിലെ പല പല കാഴ്ചകളുമായിട്ടാണ്. അപ്പോൾ അർത്തുങ്കപ്പള്ളിയിലെ തിരുനാളൊക്കെ കഴിഞ്ഞു, പക്ഷേ അതിൻ്റെ ഒരുപാട് കാഴ്ചകളൊക്കെ നമ്മൾ മിസ് ചെയ്തു പോയി. അതിൻ്റെ എല്ലാം കൂടെ ഷൂട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കി അങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടെ എത്തി, പലതിലും ഞങ്ങൾ കയറി കണ്ടു. അപ്പോൾ തിരക്ക് കൂടുതലാണ്. അങ്ങനെ നമ്മൾ ഓഷൻ കാർണിവലിൽ, അർത്തുങ്കൽ കാർണിവലിൽ എങ്ങനെ എത്തി. കാർണിവലിൽ ഒരുപാട് കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ട് ഞങ്ങൾ ഇതാ അയറിൻ എൻ്റെ മോള് ആ മീനിൻ്റെ അക്വേറിയത്തിൻ്റെയൊക്കെ ഇടയിലൂടെയൊക്കെ ഓടി നടക്കുകയാണ്. ഇത് പല പല ടൈപ്പ് വെറൈറ്റി അലങ്കാര മത്സ്യങ്ങളും ഒക്കെ ഒരുപാട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു അക്വേറിയം ചെയ്തിരിക്കുന്ന ഒരു ആമയുടെ ഉള്ളിലാണ്, ആമയുടെ രൂപം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു അക്വേറിയം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്, ക്രിസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അതിനുള്ളിലേക്കൊക്കെ കയറി നോക്കി. എല്ലാവരും നോക്കി കാണാം, വെറൈറ്റി മീനുകളുടെ ഒരു ചാകര പോലെ തന്നെയാണ് ചെയ്തത്. ഇത് ആമയുടെ ആ ഒരു കാലാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇത് ആമയുടെ ഉടലാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ദൂരെ നിന്ന് ആ ഒരു വീഡിയോ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ടോ, ആമയുടെ ഉള്ളിലാണ് ഒരു അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് മാറിയുണ്ട്, അതിൻ്റെ വലിപ്പം കൊണ്ടല്ലോ വളരെ ജൈജാൻറ്റിക് ആയിട്ടുള്ളൊരു ആമയാണ് അവർ ഒരു അക്വേറിയത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അയരൻ വന്ന് എന്നെ വിളിക്കുന്നുണ്ട്, ക്രിസ് ഇടയ്ക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു കപ്പലിലാണ്, ഒരു കപ്പലിൻ്റെ രൂപത്തിലാണ് ഒരു അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരുപാട് മീനുകളുടെ ഒരു വലിയൊരു അക്വേറിയം തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾക്കൊക്കെ ഇതുപോലുള്ള സമയങ്ങളിൽ മാത്രമാണ് ഇതുപോലെ ഒരു വലിയ വലിയ ഷോയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതുണ്ട്, ഇവിടെ വലിയ വലിയ മീനുകളും എല്ലാം ഉണ്ട്. അരാപ്പൈമയും ഒരുപാട് മീനുകളൊക്കെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് കാഴ്ചക്കാരായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല നല്ല മീനുകളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഞങ്ങളെല്ലാവരും നല്ലതുപോലെ ആസ്വദിക്കുന്നുണ്ട് അതിൻ്റെ കാഴ്ചകൾ. കാർപ്പ് അങ്ങനെയുള്ള ഒരുപാട് മീനുകളുണ്ട്. അലിഗേറ്റർ ഉണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മീനുകളുടെ ഒരു കൂട്ടം തന്നെയാണ് ഈ അക്വേറിയങ്ങളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നോക്കി, ഇത് എന്ത് ഭംഗിയാണല്ലേ! ഇത്രയും വലിയൊരു അക്വേറിയത്തിൽ ഇതുപോലെ മീനുകളുടെ ഒരു കൂട്ടം നമുക്ക് യാദൃശ്യമാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെല്ലുന്നത് നമ്മുടെ മത്സ്യകന്യകയുടെ അടുത്തേക്കാണ്. ഇതന്നെ മത്സ്യകന്യക, ഒരു അക്വേറിയത്തിനുള്ളിലാണ് ഈ മത്സ്യകന്യകയെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജീവിക്കാനുള്ള ഒരു ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. മത്സ്യകന്യയായി അവർ ജീവിക്കുകയാണ്. കാണികളെയൊക്കെ ഒരുപാട് ത്രസിപ്പിക്കുന്നുണ്ട് അവർ ജീവിതം വെച്ച്. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റൊക്കെ ഇട്ട് തെർമോക്കോളിൻ്റെ ബബിൾസ്, കുറേ തെർമോക്കോളുകളുടെ കുമിളകൾ പോലെ ഇട്ടിട്ട് പിള്ളേരെ എല്ലാവരും അത് വാരിയൊക്കെ കളിച്ച് വളരെ ആസ്വദിക്കുന്നുണ്ട്. അയറിന് അതിനകത്തൊക്കെ കിടന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ഇതിൽ ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ട് മനുഷ്യർ ആ അക്വേറിയത്തിൽ കിടക്കുന്നതൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെയുള്ളൊരു കാഴ്ചയാണ്. വളരെ ആ മത്സ്യകന്യെ എല്ലാവർക്കും ടാറ്റയെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും നല്ലതുപോലെ ആസ്വദിക്കുന്നുണ്ട്. ഇത് അടുത്തതൊരു പക്ഷികളുടെ വർണ്ണ പക്ഷികളും കോഴികളും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ. ഇവിടെ ഒരു കാടിൻ്റെ ഒരു ഫീലാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മുയലുണ്ട്, ലവ് ബേഡ്സ് ഉണ്ട്, സൺഗുണോറുണ്ട്, ആഫ്രിക്കൻ ലവ് ബേഡ്സ് ഉണ്ട്. അങ്ങനെ തരാതരം വിവിധങ്ങളായ പക്ഷികളൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ഓരോ സന്ദേശങ്ങളും ഒക്കെ ഇതിൻ്റെ കാടിനെ സംരക്ഷിക്കണം. അത് കണ്ട അലങ്കാരക്കോഴിയാണത്. ഇത് ഇപ്പുറത്ത് ഇരുന്ന് ഉറങ്ങുന്നുണ്ട്, രാത്രി ആയതുകൊണ്ടാണ് ഉറങ്ങുന്നുണ്ട്. ലൈറ്റിന് വെട്ടത്തും അത് ശാന്തരായിട്ടിരുന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഈ ഓഷൻ അക്വേറിയത്തിൽ കാണിച്ചിട്ടുണ്ട്. ജാവ ബേഡുണ്ട്, സൺഗുണോറ്, ഫിഞ്ചസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മത്സ്യങ്ങളുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം.
ഇന്ന് വിട പറയുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം CS. ടാറ്റ, ഗുഡ് ബൈ.